ഹലോ. ഇപ്പം ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ട് വാടിയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുത്തിട്ട് ഇതും ഒന്ന് ചെറുതായി വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊക്കെ ഓവറായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ക്യാബേജിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്യാബേജും അതുപോലെ ചെറുതായി ഒന്ന് വാടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെയാണ്. ഇനി ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതാ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ സ്പ്രിംഗ് റോൾ റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ റെഡിമെയ്ഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് നമുക്ക് കോർണറിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു റോള് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മൈദയും അതുപോലെ വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് പേസ്റ്റാക്കി എടുത്താണ് കേട്ടോ. ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 40 സ്പ്രിംഗ് റോളാണ് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇത് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ 2 ആഴ്ച വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇഫ്താറിനൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് ഫ്രൈ ആക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇതൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഇഫ്താറിനൊക്കെ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്.
അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്